എല്ലാവർക്കും ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സിസ്റ്റർ ജോസിയ SD. ഔദ്യോഗികമായ സന്യാസ വസ്ത്രമിട്ട് ഔദ്യോഗികമായ സഭ അംഗീകരിച്ച ഒരു സന്യാസ സമൂഹത്തിലെ അംഗമാണ് ഞാൻ എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ 2 ദിവസങ്ങളിലായിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു റീല് കറങ്ങുന്നുണ്ട്. അത് ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്നു. ഒരു അനുപമ എന്ന പേരുള്ള ഒരു വ്യക്തിയുടെ പ്രൊഫൈലില് ഇറങ്ങിയിരിക്കുന്ന ഒരു റീല്. അതിൽ സന്യാസ വസ്ത്രം ഇട്ടിട്ട് മോനിക്ക പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്ന ഒരു റീലാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നെ റിയൽ സന്യാസിനിയാണ് എന്ന് ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താൻ കാരണം. ഇത് റീലുകളുടെ കാലമാണ്. റീൽ ഏത് എന്ന് തിരിച്ചറിയാതെ മനുഷ്യനിങ്ങനെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ ചില ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ആണോ റിയൽ ആണോ എന്ന് തോന്നുന്നു. അതുപോലെ ഈ റീല് കണ്ടപ്പോൾ ഒരുപാട് പേര് അത് എനിക്ക് അയച്ചു തന്നു. ഒരുപാട് പേര് ഇതെന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മളോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ആദ്യം തോന്നി ഒന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്നത്തെ ഒരു ട്രെൻഡാണിത്. സിനിമകളിലും അതുപോലെ തന്നെ ചില ഷോർട്ട് ഫിലിംസിലും ഇപ്പൊ റീലിലും ഒക്കെ ഇങ്ങനെ സന്യാസ വസ്ത്രം ദുരുപയോഗിക്കപ്പെടുന്ന, അല്ലെങ്കിൽ റീച്ച് കിട്ടാൻ വേണ്ടി സന്യാസ വസ്ത്രവും പൗരോഹിത്യത്തിന്റെ വസ്ത്രവും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ട്രെൻഡ് ധാരാളമായി കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ പ്രതികരിച്ച് നമ്മൾ മടുത്തു കഴിയുമ്പോൾ ഇത് നമ്മൾ അവഗണിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. അപ്പൊ അങ്ങനെ തന്നെ മതി എന്ന് ചിന്തിച്ചെങ്കിലും ഒരുപാട് പേര് കൺഫ്യൂസ്ഡ് ആകുന്നത് കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കണം എന്നെനിക്ക് തോന്നി. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ വസ്ത്രം ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ച ആ വ്യക്തിയോട് സഹതാപം മാത്രം. കാരണം ഞാൻ ആ വ്യക്തിയുടെ പ്രൊഫൈല് പരിശോധിച്ചപ്പോൾ ആകെ ഒരു 300-നടുത്ത് റീൽസ് ആണ് ആകെ ഉള്ളത്. അതിനകത്ത് ആകെ ഒരു വീഡിയോയാണ് 6K വ്യൂ ഉള്ളത്. ബാക്കിയെല്ലാം 1K, 2K, 3K, പിന്നെ 615, 300, 46 ഇങ്ങനത്തെയുള്ള വ്യൂസ് ആണുള്ളത്. ഇതിനകത്ത് ഏറ്റവും വലിയ അത്ഭുതം ആ ആൾക്ക് തന്നെ അത്ഭുതമായി കാണും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വീഡിയോയ്ക്ക് 1.2 മില്യൺ വ്യൂ കിട്ടിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി, ഒരു കാര്യം മനസ്സിലാക്കുക. തമാശയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും സന്യാസ വസ്ത്രം എന്ന് ഞാൻ അതിനെ പറയില്ല. കാരണം ആരുടെയോ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് തയ്ച്ച ഒരു വസ്ത്രമായിട്ടേ അതിനെ കാണുന്നുള്ളൂ. എനിക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു ഇത് റിയൽ സന്യാസിനി അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിരുന്നു. പക്ഷെ കുറെ പേർക്ക് ഇങ്ങനെ അസ്വസ്ഥതയും കൺഫ്യൂഷനും ഉള്ളത് കൊണ്ട് ഈ സഹോദരിയോട് ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. തമാശയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ സന്യാസ വസ്ത്രം ആണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു വസ്ത്രമാണ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ ഒരു വീഡിയോയ്ക്ക് 1.2 മില്യൺ വ്യൂ നിങ്ങൾ നേടിയിരിക്കുന്നത്. ഈ സന്യാസ വസ്ത്രം തമാശയ്ക്ക് വേണ്ടി ഇട്ടാലും അതിന് ഇത്രയും റീച്ച് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനു മുമ്പ് പോലീസ് വേഷം ഇട്ടും പിന്നെ ഒരുപാട് സാരികൾ പല വിധത്തിലുള്ളതും ജീൻസും ബനിയനും ഇട്ടും ബൈക്കിന് മുകളിലിരുന്നൊക്കെ ഒത്തിരി വീഡിയോസ് ഈ സഹോദരി ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ സഹോദരിയോട് പറയാനുള്ള കാര്യം, സന്യാസ വസ്ത്രത്തെ ബഹുമാനിക്കുന്ന ഒരുപാട് പേര് ഈ നാട്ടിലുണ്ട്. അവരെ കൺഫ്യൂസ്ഡ് ആക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ആ സഹോദരി ഇതിനോട് കൂടി ഒരു ക്യാപ്ഷനും ചേർത്തിരുന്നു. സിസ്റ്റർ നാൻസി എന്നൊരു പേരും അതിന്റെ ഒപ്പം ചേർത്തൊരു വാചകമാണ്, സിസ്റ്റേഴ്സിനും അല്പം റിലാക്സേഷൻ ഒക്കെ ആകാമെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഒരുപാട് കാലങ്ങൾ ഇങ്ങനെ കൂട്ടിൽ നിന്നിറക്കാത്ത പശുക്കുട്ടികളെയൊക്കെ പെട്ടെന്ന് അഴിച്ചു വിട്ട് കഴിയുമ്പോൾ ഇവർക്കും ഒരു വെകിളി പിടിച്ച് കൂത്താടുന്ന ഒരു രീതിയിലുള്ള ഒരു ഡാൻസ് ആയിട്ടാണ് എനിക്ക് അതിനെ കണ്ടപ്പോൾ മനസ്സിലായത്. ഒരു റിയൽ സന്യാസിനിയായ ഞാൻ പറയുന്നു, ഇങ്ങനെ കൂത്താട്ടങ്ങൾ നടത്തുമ്പോഴല്ല ഒരു സന്യാസിനിക്ക് ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം 3 വ്രതങ്ങൾ എടുത്ത് തിരുസഭ അംഗീകരിക്കുന്ന, സന്യാസ സമൂഹം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന വസ്ത്രമണിയുന്ന ഒരു സന്യാസിനിക്ക് റിലാക്സേഷൻ എപ്പോഴും അവളുടെ ദൈവമായ കർത്താവായ ഈശോയാണ്. തിരുസക്രാരിക്ക് മുൻപിലാണ് ഒരു റിയൽ സന്യാസിനി റിലാക്സേഷൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് പാട്ടിലും കൂത്തിലും, പാട്ട് നല്ലതാണ്, ഡാൻസ് നല്ലതാണ്, എല്ലാ കലകളും നല്ലതാണ്. എല്ലാ കലയെയും ഓരോ കലയും അത് അവതരിപ്പിക്കപ്പെടേണ്ട രീതിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് അതിന് ബഹുമാനവും ആദരവും ലഭിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കലയോടും ഉള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, സന്യസ്തരെ ഇതുപോലുള്ള സന്യസ്തരുടെ വസ്ത്രവും സന്യസ്തരുടെ മറ്റ് ഒരു സന്യാസിനി എന്നൊരു ലേബലൈസ് ചെയ്യുന്ന എന്ത് കാര്യവും ഇതുപോലുള്ള കൂത്തുകൾക്ക്, വിളയാട്ടങ്ങൾക്ക്,
ഉപയോഗിക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഈ സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് റീൽസും സിനിമകളും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമും ഒക്കെ ഈ സന്യാസ വസ്ത്രവും അതിനുള്ളിൽ ഒളിപ്പിച്ച ചില മസാലകളും ചേർത്ത് ഇറക്കാനിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. റിയൽ സന്യാസവും നിങ്ങളുടെ റീൽസിലെ സന്യാസവും തമ്മിൽ ഒത്തിരിയേറെ വ്യത്യാസമുണ്ട്. ഞങ്ങൾ ജീവനും ജീവിതവും കൊടുത്ത് വാങ്ങിയ ഈ സന്യാസ വസ്ത്രത്തെ ആക്ഷേപിച്ചതിൽ അതിനോട് വളരെയധികം വിഷമവും ദുഃഖവും ഉള്ളിലുണ്ടെങ്കിലും ഈ സഹോദരിക്ക് വേണ്ടി ഇനി ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മുതിരുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സന്യസ്തർ, നിരുപദ്രവകാരികളായ സന്യസ്തർ ഈ നാടിനും നാട്ടുകാർക്കും ഒക്കെ ചെയ്യുന്ന നന്മകളും അവരുടെ ജീവിതം കൊണ്ട് നിങ്ങൾ ആരും ആവശ്യപ്പെടാതെ ഞങ്ങൾ നടത്തുന്ന പ്രാർത്ഥനയ്ക്കും എന്തെങ്കിലും ഫലമുണ്ടാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. നന്ദി.